ഇന്നലെ വൈകിട്ട് 1 മണിക്കൂർ നിന്ന് പെയ്ത മഴയാണ് തൃശ്ശൂർ നഗരത്തെ പ്രത്യേകിച്ച് വെള്ളത്തിൽ മുക്കിയത്, വെള്ളത്തിനടിയിലാക്കിയെന്ന് പറയും. ഇപ്പം ഞാൻ നിൽക്കുന്നത് അശ്വിനി ആശുപത്രിയിലാണ്. അശ്വിനി ആശുപത്രിയിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. ആ താഴെ കാഷ്വാലിറ്റി വിഭാഗം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് കാഷ്വാലിറ്റി വിഭാഗം മുകളിലേക്ക് വരാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും കാഷ്വാലിറ്റി വിഭാഗമാണ്. ഏകദേശം ഒരു നല്ല ഉയരത്തിൽ തന്നെ ഇവിടെ വെള്ളം വന്നു. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചു ശരിക്കും? വെള്ളം എടുക്കും. ഇത് ആദ്യത്തെ അനുഭവമാണ് അതിവിടെ. പക്ഷെ 2018 വെള്ളത്തിനാണ് കൂടുതൽ വെള്ളം വന്നത്. 2018 ഇത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു. 2018 കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് വെള്ളം. ഇവിടെ രോഗികൾ ഈ സമയത്ത് ഉണ്ടായിരുന്നവരെ എങ്ങനെ മാറ്റി? പിന്നെ മുകളിലേക്ക് ഇനിയും ഇപ്പം മഴ നിൽക്കുക തന്നെയാണ്. ഇനിയിപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ടോ? ഉണ്ടാവാൻ സാധ്യത. അത് മറ്റേ കോർപ്പറേഷൻകാരും മറ്റേ അവരുടെ ചാലാണ് ഞങ്ങൾക്ക് ആ ചാലിൽ കൂടെയുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതൊന്ന് ക്ലീൻ അവരാണ് നോക്കേണ്ടത്. അവരത് ശ്രദ്ധിക്കാത്ത കാരണം ഈ വെള്ളം നമ്മളെ ഇതിലേക്ക് എപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. വെള്ളം ഏതാണ്ട് ഈ ഒരു ലെവൽക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ഈ വേസ്റ്റിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും നമ്മൾ ഈ വെള്ളം കയറാറുണ്ട്, പക്ഷെ ഇതിപ്പോൾ പ്രതീക്ഷിക്കാണ്ടാണ് ഇത്രയും വെള്ളം. 2018 പ്രളയത്തിനെക്കാട്ടും കൂടുതലാണ് ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പരമാവധി പേഷ്യൻസ് ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇൻസ്ട്രുമെൻസും ഞങ്ങളുടെ കുറേ എക്യുപ്മെൻസും ഞങ്ങളുടെ കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. കൂടുതൽ നാശനഷ്ടങ്ങൾ തന്നെ. രോഗികളുണ്ടായിരുന്നല്ലേ വെള്ളം കയറുന്നു? 4-5 പേഷ്യൻസ് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റി. വെള്ളം കൂടുന്നു മനസ്സിലായപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേഷ്യൻസിന് ഇപ്പം എന്തായാലും വെള്ളത്തിൽ കൂടെ ആരും വരില്ലല്ലോ. അങ്ങനത്തെ പെട്ടെന്ന് വെള്ളം കയറാനുണ്ടായ ഒരു സാഹചര്യം. അപ്പോഴത്തെ ഒരു ഡ്രെയിനേജ് ഉണ്ട്, അത് പ്രോപ്പർ അതിന്റെ ഒരു സിസ്റ്റം ശരിയാക്കാണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് മാത്രമേ ഇനി അറിയുള്ളൂ. നമുക്കിപ്പോൾ നമ്മളും ഇവിടുത്തെ സ്റ്റാഫ്മാർ മാത്രമല്ല. ആ ഡ്രെയിനേജ് കുറേ നാളായിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ല. ആ ഡ്രെയിനേജ് മഴ നല്ല സ്റ്റോപ്പ് ചെയ്യാണ്. മഴ പെയ്യുമ്പോൾ അത് ബ്ലോക്ക് ആയിട്ടാണ് ഇങ്ങോട്ട് വെള്ളം വരുന്നു എന്നാണ് പറയുന്നത്. ഇത് റിക്കവർ ചെയ്യാൻ ഇതിപ്പോ വീണ്ടും തിരിച്ച് ഒരു ഫംഗ്ഷനിങ് മൂഡിലേക്ക് എത്ര സമയം? എന്തായാലും ഓൾമോസ്റ്റ് ഒരു 2 to 3 days, എന്തായാലും ഒരു 1 to 2 days എന്തായാലും എടുക്കും. വീണ്ടും മഴ പുറത്ത് നിൽക്കും. മഴ ഇപ്പോഴും ഇനിയും പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേ സാഹചര്യമാണ്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് അവർ കണ്ടുപിടിച്ചില്ലെങ്കിൽ വീണ്ടും ഇതേ സിറ്റുവേഷൻ തന്നെ തുടരും. മറ്റേ ECG എടുക്കുന്നത് അതാണ്. ഇന്നലെ വിഷയം ഉണ്ടായപ്പോൾ മാറ്റിയതാണ്. പിന്നെ ഉപകരണങ്ങൾ എന്തെങ്കിലും കേടുകൾ വന്നിട്ടുണ്ടോ? കേടുകൾ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. മറ്റേ സ്കാനിങ്ങിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ഫാർമസി, അങ്ങനെ ലാബ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ശരിയാക്കിയെടുക്കാൻ 2-3 ദിവസം പിടിക്കും. ഒന്നിന് തന്നെ തുടങ്ങണം, 2 ദിവസത്തിൽ പിടിക്കണം.